അസ്സലാമലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കണല്ലേ? പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങൾ? കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് റബ്ബർ പാലെടുക്കാൻ പോയി തുടങ്ങി മക്കളെ. അതാണ് വീഡിയോസ് ഒന്നും ഇടാത്തത്. പിന്നെ രാവിലെ വേറെ ചെറിയൊരു പരിപാടി തുടങ്ങണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഊണ് പരിപാടി തുടങ്ങി. ഞാനും വേറൊരു ഇത്തായും കൂടെ. വലിയ രീതിയിലൊന്നും കച്ചവടം ഇല്ല, 10-15 ഊണ് അൽഹംദുലില്ലാ ഇന്നലെ തൊട്ട് തുടങ്ങിയതാണ്. ഞാൻ വീഡിയോസിലൊക്കെ നാളെ കാണിച്ചു തരാം. നമ്മളിവിടെ ജംഗ്ഷനിലാണ്, കെട്ടിട ജംഗ്ഷനിലാണ് വെക്കുന്നത്. നമ്മളെ പരിസരത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ 12 മണി തൊട്ട് നമ്മളവിടെ കാണും. ഒരു ഊണ് 70 രൂപ. സാധാരണ നമ്മൾ വീട്ടിൽ വെക്കണം. ഞാൻ ഇത്തായും കൂടെയാണ് വെക്കുന്നത്. പിന്നെ ഞാൻ പാലെടുക്കാൻ പോകും. രാവിലെ പാലെടുക്കാൻ പോയാൽ തോനെ മരമുണ്ട് പാലെടുക്കാൻ, ഷീറ്റ് ഉറപ്പ് കാര്യങ്ങളൊക്കെ ഓടി വരും. പിന്നെ ഊണിൻ്റെ പരിപാടി, കുളിച്ച് ഫ്രഷായി ഊണിൻ്റെ പരിപാടിയാവും. പിന്നെ അതിൻ്റെ ഇടയിൽ മക്കളെ സ്കൂളിൽ വിടണം. നമുക്ക് രാവിലെ എണീച്ചിട്ട് മക്കളെ സ്കൂളിൽ വിടണമല്ലോ, മക്കൾക്ക് ചോറ് കൊണ്ടുപോകണം. ഇങ്ങനെയൊക്കെ പോണ്. എല്ലാവരും ദുആ ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ മക്കളെ വളർത്താൻ വേണ്ടിയും ബാക്കി കാര്യങ്ങൾ ഓടി നടക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ തുടങ്ങിയത്. അപ്പം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ദുആ വേണം. പൊതിച്ചോറ് നല്ല പരിപാടിയാണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ തൊട്ടാണ് തുടങ്ങിയത്. നമ്മൾ രണ്ടുപേരും ആണ് തുടങ്ങിയത്, ഞാനും ഒരു ഇത്തായും കൂടെ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മളൊന്ന് പരിസരങ്ങളിലുള്ളവർ ഈ ജോലിക്കാരെങ്കിലുമൊക്കെ കാണും. കെട്ടിട ജംഗ്ഷനിലാണ് നമ്മൾ വിൽക്കുന്നത്. ഞാനും ഇത്തായും കാണും. പിന്നെ ദൂരം വിട്ട് പോകാനും പറ്റില്ല. മക്കളില്ലേ, മക്കൾ വന്നാൽ പിന്നെ അവർക്ക് പള്ളിയിൽ വിടണം, ബാക്കി കാര്യങ്ങൾ. പിന്നെ റബ്ബർ പാൽ എടുക്കണതെന്ന് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം സ്പീഡപ്പാണ് ജോലി ചെയ്യുന്നത്. ഞായറാഴ്ച വീഡിയോ ഇടും, റബ്ബർ പാൽ എടുപ്പ്, ഷീറ്റ് ഉറപ്പ് കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിൻ്റെ ഇടയിൽ മക്കൾ വന്നാലും നമുക്ക് റെസ്റ്റ് ഇല്ല. പിന്നെ ഇവരെ കാര്യങ്ങളെല്ലാം നോക്കണം. മക്കൾ 3 മണിക്ക് വരും. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വേണം, ദുആ വേണം. നമ്മുടെ പൊതിച്ചോറ് അൽഹംദുലില്ലാ എങ്ങനെയെങ്കിലും നല്ലത്. പിന്നെ വീടിൻ്റെ തട്ട് പൊളിച്ചില്ല ഏട്ടാ, വാർത്തിട്ടേക്കാണ്. വീടായാലും എനിക്ക് പകുതി ഇത് വാടകയെന്ന് ഒഴിയും അൽഹംദുലില്ലാ. പിന്നെ ഈ 3 മക്കളെ കൊച്ചുമോനെ ഊണ് വിൽക്കാൻ നേരത്ത് ചിലപ്പം കൊണ്ടുപോകും, ചിലപ്പം നമ്മൾ താത്താൻ്റെ കുട്ടിയുണ്ട് അവിടെ നിർത്തും. അങ്ങനെയൊക്കെ ഇരിക്കുന്ന നമ്മുടെ കച്ചവടത്തിൽ ബർക്കത്തുണ്ടാവണേ റബ്ബേ. എനിക്ക് റബ്ബർ പാലെടുപ്പും ഇത് നമുക്ക് ഊണിൽ വലിയ ലാഭങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. കാരണം വീട്ടുകാര്യങ്ങൾ നടന്നു പോയാൽ മതി. മക്കളെ അസുഖങ്ങളും ഇല്ലാണ്ടൊക്കെ തട്ടിമുട്ടിയും ഫുഡിൻ്റെ പരിപാടിക്ക് വലിയ ലാഭം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ 15 ഊണിലൊന്നും ഒന്നും കിട്ടൂല. മീൻ 100, പിന്നെ ഇത് അരി, നല്ല അരി. നമ്മൾ ഒരാൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ വേണ്ടേ കൊടുക്കാം. പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം വരുമ്പോൾ നമുക്ക് ഇന്നിപ്പോൾ സാധനം മേടിച്ചാൽ അത് കൊടുക്കാനേ കാണുള്ളൂ ചിലപ്പം. നമ്മളിന്ന് 2 ദിവസത്തെ അനുഭവത്തിൽ ഇന്ന് അൽഹംദുലില്ലാ നമ്മൾ കൊണ്ടുപോയ ഊണെല്ലാം റാഹത്തായി. അപ്പം നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. കാരണം ഇതൊക്കെ നമുക്ക് ഈ മക്കളെ പരിഗണിച്ചുകൊണ്ടുള്ള ജോലി ഇതൊക്കെ പറ്റുള്ളൂ. പിന്നെ റബ്ബറും പാലെടുപ്പ് കഷ്ടപ്പെടുന്ന പണിയാണ്. അതുകൊണ്ട് നിങ്ങൾ നമ്മളെ സപ്പോർട്ട് എന്തൊരു ദുആ ചെയ്യണം. അടുത്തുള്ള ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഊണ് വേണമെന്നുള്ളൊരു കെട്ടിടം ജംഗ്ഷനിൽ നമ്മൾ ഊണ് വിൽപ്പനയുണ്ട്. പിന്നെ ആർക്ക് വേണോ എന്ത് വേണോ കച്ചവടം ചെയ്ത് മാന്യമായിട്ട് ജീവിക്കുക. അല്ലെന്ന് നാണക്കേടൊന്നും ആരും കരുതണ്ട. അപ്പോൾ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരു പെണ്ണാണ്. കാരണം മക്കളെ നോക്കണ്ടേ നമുക്ക്. അപ്പോൾ ശരി മക്കളെ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ പൊതിച്ചോറൊക്കെ കെട്ടുന്ന വീഡിയോസൊക്കെ ഒരു ദിവസം ഇടുന്നുണ്ട്. സമയമില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോസ് ഒന്നും ഇടാത്തത്. നമ്മളെ ചാനൽ കളയല്ലേ, നിങ്ങൾ കാണണേ വീഡിയോസൊക്കെ. ടാറ്റാ, ബൈ ബൈ.